ഹലോ, നമുക്കിന്നൊരു പൊതിച്ചോറായാലോ? ആദ്യം നമുക്ക് അരി കഴുകിയിടാം. അത് വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, മത്തി വറുത്തത്, ഓംലെറ്റ്, ഒരു ചമ്മന്തി. അച്ചാർ പിന്നെ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ളത് നോക്കാം. ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ബീട്രൂട്ടിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞു ചേർക്കാം. പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ ഇത്തവണ കിട്ടിയത്. അതുകൊണ്ട് ഇടയ്ക്ക് പോയി നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പായസമായി പോകും. ചോറൊക്കെ ഒന്ന് ഇളക്കിയിട്ടു. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് കടുക് വറക്കാം. അതാവുമ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള പണി നോക്കാം. അതിനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാം. എന്നിട്ടത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം, വറ്റൽമുളകും കൂടി ചേർത്തിട്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഓംലെറ്റിലേക്കുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി വറക്കാനിടാം. അങ്ങനെ മത്തി വറുത്തതും റെഡിയായി. എല്ലാം നമുക്കൊന്ന് പകർത്തി വെക്കാം. ഇനിയാണ് മെയിൻ പരിപാടി. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറേ പാത്രങ്ങളും കഴുകാനുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലും പാടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അങ്ങനെ ഡൈനിങ് ടേബിളും കിച്ചണും എല്ലാം വൃത്തിയാക്കി. 12 മണി ആവാനായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ചോറ് പൊതിയാൻ പോവാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്, അതും തനിയെ. അമ്മയാണ് കേട്ടോ എനിക്ക് എപ്പോഴും പൊതിച്ചോറുണ്ടാക്കി തരാറ്. എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മിക്കവാറും അമ്മ എനിക്ക് പൊതിച്ചോറ് തന്നു വിടാറുണ്ട്. ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന പോലെ. ഇലയിൽ ചോറ് വിളമ്പി അതിൻ്റെ മേലെ മെഴുക്ക് പുരട്ടി വെച്ച് ഓരോരോ കറികളായിട്ട് എടുത്ത് വെച്ച് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും എന്തായാലും വരില്ല. എന്നാലും കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് പൊതിയണേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെയ്ത് ചെയ്ത് ശരിയാവുമായിരിക്കും. ഇല മടക്കി പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം. ഒന്ന് സെറ്റാവട്ടെ എല്ലാം കൂടി. 2 hours later. ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോഴേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു, ആ ഒരു ഇലയുടെയും മീനിൻ്റെ എല്ലാം. ഇനി നമുക്ക് പതിയെ കഴിച്ചു തുടങ്ങാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അവസാനം ഞാൻ ഇല കാലിയാക്കിയിട്ടുണ്ട്.